പറഞ്ഞു. അതായത് ഈ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഈ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളുണ്ടല്ലോ, അവരെ അത് അസ്വസ്ഥമാക്കുന്ന ഒരു നിലയുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ മറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഒരു അഭിപ്രായ പ്രകടനം മറ്റൊരാൾ നടത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥത അത് ഒരു തരം താൻകോയ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇവരുടെയൊക്കെ ശൈലി പരിശോധിച്ചാൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാകും. നമ്മൾ ഈ മറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ ഒരു തരത്തിൽ ഫാസിസ്റ്റ് സ്വഭാവം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഒരു കൂട്ടം നേതാക്കൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി മുതൽ ഇങ്ങോട്ട് കേരളത്തിലേക്കുള്ള ഇവിടെ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞല്ലോ, ഇവരെയൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് അങ്ങനെ തന്നെ കാണാം. ഒരു തരം താൻകോയ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ ചോദ്യം ചോദിക്കുമ്പോഴും മറിച്ചൊരു അഭിപ്രായം പറയുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥത. പിന്നീട് അത് തിരിച്ചു കാലാവസ്ഥയുണ്ട്. ആദ്യം ചോദ്യത്തിന്റെ കൂരമ്പേറ്റ് അവർ അസ്വസ്ഥരായിരിക്കുന്ന സമയത്ത് പിന്നെ ആവശ്യമില്ലാത്തൊരു ചോദ്യം കയറി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അസ്വസ്ഥരാകും. തീർച്ചയായും ആ നിലയിൽ തിരുത്തിയിട്ടുള്ള ആളുകളും ഉണ്ട്. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് നമ്മളിപ്പം പറയുന്ന ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതൊന്നും അത്ര അപൂർവമല്ല. പലപ്പോഴും നിശ്ചിതമായ വാക്കുകൾ ചോദ്യം ചോദിക്കുന്ന ആളിനെ തളർത്തുന്നത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പാടില്ലാത്തതുമാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും കൂടിയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ആ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കാനായി വന്നിരിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അത് ചോദിക്കേണ്ട വേദിയാണോ, അങ്ങനെയാണോ ചോദിക്കേണ്ടത് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു ആവേശം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ജി സുധാകരൻ നോക്കൂ, ജി സുധാകരൻ ആ സമയം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലൊക്കെ പറയുന്നത് ഇത് മാത്രമാണ്. എസ് കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ജനിച്ചത് ചെറ്റക്കൂടിലാണ്, ചെറ്റ എന്നുള്ളതിന്റെ. അത് കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 or 7 പ്രചരണ യോഗത്തിൽ ജി സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ്. എന്നാ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി എന്നെ ചെറ്റ എന്ന് വിളിക്കുന്നു, എനിക്കതിൽ അഭിമാനമുണ്ട്, ഞാൻ ചെറ്റയാണ്, കഷ്ടപ്പെടുന്നതിന്. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് എന്ന് അറിയാത്താണല്ലോ ജി സുധാകരൻ. മാത്രമല്ല, ജി സുധാകരനെ പോലെ ഇത്തിരി മുതിർന്ന ഒരു നേതാവ് ഇങ്ങനെയൊക്കെ വിളമ്പാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിനോട് പറയാൻ തന്നെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കുക? കാര്യം ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് AK സെന്ററിന്റെ മുന്നിൽ വെച്ച് ജി സുധാകരൻ മന്ത്രിയായിരിക്കും അദ്ദേഹത്തിനെ ഒരിക്കൽ കണ്ടു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അത് ഇതുപോലെ അപ്രിയമായ ഒരു കാര്യം ഒരാളോട് പറഞ്ഞൊരു സംഭവമായിരുന്നു. നീ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായാലും മാഷെ അത് കിടിലമായി എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അവനെ ഒരിക്കൽ കൂടി പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ VS-ന്റെ കാര്യം വിട്ടേക്ക്, ഈ പറയുന്ന എന്താണ് ഷാനിമോൾ ഉസ്മാൻ, ഈ പാവം പിടിച്ചവൻ, അതെ ഞാൻ ജി സുധാകരനെതിരെ ഒരു ചെറിയ പരാമർശം നടത്തി ഒരു വാർത്തക്കകത്ത്. അദ്ദേഹം അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് 24 ഒരുത്തനുണ്ട്, അവന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഗർഭം കലങ്ങിപ്പോവും, എന്നെ വെറുതെ വിട്ടിട്ടില്ല. പിന്നാണോ? ഓക്കെ, എനിക്ക് ജി സുധാകരൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തനോട് വലിയ അടുപ്പുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്, വലിയ ആദരവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.